നാട്ടിലെ ഏറ്റവും വലിയ മണ്ഡപം എന്ന് പേരുകേട്ട രാജധാനി കല്യാണ മണ്ഡപം ആ പുലർവേളയിലും അലങ്കാര ദീപങ്ങളുടെ വെളിച്ചത്തിൽ പ്രകാശപൂരിതമായി തിളങ്ങി. വെളിയിലെ അലങ്കാര പലകയിൽ രോഹിത് വെഡ്സ് ആമി എന്ന് വെച്ചിട്ടുണ്ട്. അവിടിവിടെ കുട്ടികൾ ഓടിയും ചാടിയും കളിക്കുന്നു. ഒരു വശത്ത് ചടങ്ങിനുള്ള തട്ടുകളെല്ലാം തയ്യാറായോ എന്ന് ചിലർ ചോദിക്കുന്നു. മറുവശത്ത് പെണ്ണിനുള്ള പൂവ് ഏതു മുറിയില വെച്ചിരിക്കുന്നത് എന്ന് മറ്റു ചിലർ തിരക്കുന്നു. ഏതു വശത്തോട്ട് തിരിഞ്ഞാലും ആ കുടുംബത്തോട് അടുപ്പമുള്ളവരെല്ലാം ആ കല്യാണ മണ്ഡപത്തിൽ ഒത്തുകൂടിയിരിക്കുന്നത് കാണാം. അതേസമയം അവിടത്തെ കല്യാണവേദിയിൽ അഗ്നികുണ്ഡത്തിനു മുന്നിൽ ഇരിക്കുന്നവനാകട്ടെ ആ തീയേക്കാളും ചൂടിലാണ്. അവൻ ധരിച്ചിരിക്കുന്ന വേഷ്ടിയും ഷർട്ടും അതുപോലെ തന്നെ അവന്റെ കഴുത്തിലെ പൂമാലയും മാത്രമാണ് അവനാണ് വരൻ എന്ന് തോന്നിപ്പിച്ചത്. ചുരുക്കി പറഞ്ഞാൽ അവന്റെ മുഖത്ത് മരുന്നിന് പോലും ഒരു ചിരിയോ സന്തോഷമോ ഉണ്ടായിരുന്നില്ല. അവന്റെ പേര് രോഹിത് എന്നാണ്. ഒരു പ്രശസ്ത കോളേജിലെ പ്രൊഫസറാണവൻ. കണ്ട ഉടനെ മനസ്സിൽ പതിഞ്ഞു പോകുന്ന ഒരു മുഖമാണ് അവന്റേത്. ആ കോളേജിലെ പെൺകുട്ടികളുടെ സ്വപ്ന നായകനാണവൻ. ഒന്ന് ചിരിച്ചാൽ മനം മയക്കുന്ന ഭംഗിയാണവന്. എന്നാൽ ഇന്നേ വരെ അവൻ ചിരിക്കുന്നത് ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഗൗരവക്കാരനാണ് അവൻ. പ്രത്യേകിച്ച് പഠിക്കുന്ന കാര്യത്തിൽ അവൻ കണിശക്കാരനാണ്. പ്രണയം, വിവാഹം എന്നിവയിലൊന്നും ഒട്ടും തന്നെ താല്പര്യമില്ലാത്തവൻ. അവന്റെ ഒരേ ഒരു ലക്ഷ്യം സ്വന്തമായി സമ്പാദിച്ച് ആരുടെയും സഹായമില്ലാതെ ജീവിതത്തിൽ മുന്നേറുക എന്നത് മാത്രമാണ്. ഇപ്പോൾ അവൻ മണ്ഡപത്തിൽ ഇരിക്കുന്നുവെങ്കിലും അവന്റെ മനസ്സിലെ ചിന്ത മുഴുവനും 2 മാസം മുമ്പ് നടന്ന സംഭവത്തെക്കുറിച്ചായിരുന്നു. ഹേയ്, രോഹിത് സർ വരുന്നുണ്ട്, എല്ലാവരും സമാധാനത്തിൽ അവരവരുടെ സീറ്റിലിരിക്കെ എന്ന് ക്ലാസ്സിലെ ഒരു കുട്ടി പറഞ്ഞു തീർന്നില്ല. അടുത്ത നിമിഷം അവിടെ പരിപൂർണ നിശബ്ദത. ഓരോരുത്തരും അവരുടെ സീറ്റിലിരുന്ന് തിരക്കിട്ട് പുസ്തകത്താളുകൾ മറിക്കാൻ തുടങ്ങി. അവന്റെ കാലൊച്ച പോലും അവിടെയുള്ളവർക്ക് പേടി സ്വപ്നമാണ്. എങ്കിലും അവൻ അവർക്ക് കോളേജിലെ ഒരു അധ്യാപകൻ മാത്രമല്ല, ഏവരുടെയും റോൾ മോഡലും പെൺകുട്ടികളുടെ ക്യൂട്ട് പ്രൊഫസറുമാണ്. അവൻ ക്ലാസ്സിൽ വന്ന ഉടൻ എല്ലാവരും എഴുന്നേറ്റ് അവനെ വിഷ് ചെയ്തു. ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ് എന്ന് തിരിച്ചു മറുപടി പറഞ്ഞ് രോഹിത് കസേരയിൽ ഇരിക്കുന്നതിനു പകരം മേശയിൽ കയറിയിരുന്നു. ഇപ്പോൾ അവിടെയുള്ള എല്ലാവരും അവനെ തന്നെയാണ് നോക്കുന്നത്. അവിടെയിരുന്ന ചില പെൺകുട്ടികളുടെ കണ്ണുകൾക്ക് അവൻ അപ്പോഴും ഒരു മന്മഥനായി തോന്നി. വാവ്, ഇന്ന് സാറിനെ കാണാൻ എന്ത് സുന്ദരനായിരിക്കുന്നു, ഒരു പെൺകുട്ടി പറഞ്ഞു. നോക്കൂ, ഞാനും സാറും ഇന്ന് ഒരേ നിറത്തിലുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, മറ്റൊരുവൻ പറഞ്ഞു. അതേസമയം സാറ് പറഞ്ഞ അസൈൻമെന്റ് ചെയ്തോ? ഞാൻ ഇതുവരെ ചെയ്തില്ല, പേടിച്ചുകൊണ്ട് ഒരുവൾ പറഞ്ഞു. അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ചെയ്യാൻ, സാർ അറിഞ്ഞാൽ ഇനി അത് മതി എന്ന് മറ്റൊരു പെൺകുട്ടി പറഞ്ഞു തീരും മുൻപേ സൈലന്റ് എന്ന് പറഞ്ഞ് രോഹിത് മേശയിൽ ആഞ്ഞടിച്ചു. അത് കേട്ട് ക്ലാസ് മുഴുവനും അവനെ ഭയത്തോടെ നോക്കി. ഞാൻ ക്ലാസ്സിൽ വന്ന ആദ്യ ദിവസം നിങ്ങളോടെല്ലാം എന്താണ് പറഞ്ഞത്? രോഹിത് ചോദിച്ചു. അത് അവിടെയുണ്ടായിരുന്നവരെല്ലാം സംശയത്തോടെ പരസ്പരം നോക്കി. സഞ്ജു എന്ന് രോഹിത് ഉറക്കെ വിളിച്ചു. ഉടനെ സഞ്ജു എഴുന്നേറ്റു. യെസ് സർ എന്ന് പറഞ്ഞു. പറയൂ, നിനക്കോർമ്മയുണ്ടാവുമല്ലോ, രോഹിത് അവനോട് ചോദിച്ചു. യെസ് സർ, കോളേജിൽ പഠിക്കുന്നതിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുവോ അത്ര തന്നെ പ്രാധാന്യം ഡിസിപ്ലിനും കൊടുക്കണം. പഠിക്കുന്നതിൽ തെറ്റുപറ്റിയാൽ തിരുത്താൻ ഒരു ചാൻസ് തരും. പക്ഷേ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ പണിഷ്മെന്റ് ഉറപ്പായും കിട്ടും. രോഹിത് ആദ്യ ക്ലാസ്സിൽ പറഞ്ഞത് വള്ളി പുള്ളി തെറ്റിക്കാതെ സഞ്ജു പറഞ്ഞു. യു സിറ്റ് ഡൗൺ. ഇപ്പോൾ ഞാൻ അന്നു പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മ വന്നോ? രോഹിത് വീണ്ടും എടുത്തു ചോദിച്ചു. യെസ് സർ എന്ന് എല്ലാവരും തലയാട്ടി. കോളേജ് എന്നത് നമ്മുടെ വളർച്ചയുടെ ആദ്യ പടിയാണ്. ഇന്ന് വലിയ നിലയിൽ എത്തിയവരെല്ലാം ഇവിടുന്ന് തുടങ്ങിയവരാണ്. പഠിപ്പ് മാത്രമല്ല, ഇവിടുന്ന് കിട്ടുന്ന അനുഭവങ്ങളും കൂടിയാണ് നമ്മളെ നാളെ വലിയ ആളാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് റോൾ മോഡൽ ആയില്ലേലും ബാഡ് എക്സാമ്പിൾ ആകാൻ പാടില്ല, രോഹിത് പറഞ്ഞു. അപ്പോൾ തെറ്റ് ചെയ്ത ഒരുവൻ ക്ലാസ്സിലിരുന്ന് വിയർക്കാൻ തുടങ്ങി. നമ്മുടെ കോളേജ് ഗേറ്റിന് മുൻപിൽ നിന്ന് ഒരാൾ സിഗരറ്റ് വലിച്ചാൽ അവൻ തെറ്റ് ചെയ്തു എന്നല്ല, മറിച്ച് ഈ കോളേജിൽ ഒരുവൻ തെറ്റു ചെയ്തു എന്നേ പറയൂ. അപ്പോൾ നിങ്ങളിൽ ഒരാൾ ചെയ്ത തെറ്റ് ഈ കോളേജിലെ മുഴുവൻ പേരെയാണ് ബാധിക്കുന്നത്, അല്ലേ? രോഹിത് ചോദിച്ചു. അതെ സർ എന്നെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കോളേജിന്റെ പേര് സ്പോയിൽ ചെയ്ത ആ ഒരാൾക്ക് നമ്മൾ എന്ത് പണിഷ്മെന്റ് കൊടുക്കും എന്ന് തെറ്റ് ചെയ്ത പയ്യനോട് രോഹിത് ചോദിച്ചു. അവന്റെ ദേഹം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി. പറ ദീപക്, നമ്മൾ എന്ത് പണിഷ്മെന്റ് കൊടുക്കും? രോഹിത്തിന്റെ ഈ ചോദ്യത്തിൽ ദീപക് ഞെട്ടിപ്പോയി. അപ്പോഴേക്കും മുൻബെഞ്ചിലിരുന്ന പയ്യൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു. അവനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം സർ.
എന്താ ദീപക്, നമുക്ക് അങ്ങനെ ചെയ്താലോ? വീണ്ടും ദീപകിനെ നോക്കി രോഹിത് ചോദിച്ചു. ഒരു തവണ വാണിംഗ് കൊടുത്തു നോക്കാം സർ എന്ന് തപ്പിത്തടഞ്ഞവൻ പറഞ്ഞു. ഒരു പക്ഷേ അപ്പോഴും കേൾക്കാതെ തെറ്റ് ചെയ്താലോ? ചോക്ക് പീസ് കറക്കിക്കൊണ്ട് രോഹിത് ചോദിച്ചു. ഉറപ്പായും കേൾക്കും സർ. അഥവാ കേട്ടില്ലേ, മനു പറഞ്ഞ പോലെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാം സർ, ദീപക് പറഞ്ഞു. അതു കേട്ട രോഹിത് പറഞ്ഞു, ഓൾറെഡി വാണിംഗ് കൊടുത്തിട്ടുണ്ട്, ഇനിയൊരു വാണിംഗ് ഉണ്ടാകില്ല. ഇതും പറഞ്ഞ് രോഹിത് മേശയിൽ നിന്ന് ചാടിയിറങ്ങി. ആരാ അത് ചെയ്തത് എന്ന് മറ്റു സ്റ്റുഡൻസ് ചോദിച്ചപ്പോൾ, തെറ്റ് ചെയ്തത് ആരാണെന്ന് തെറ്റ് ചെയ്തവർക്ക് മനസ്സിലായാൽ മതി, ഇനി ക്ലാസ് തുടങ്ങാം എന്ന് പറഞ്ഞ് രോഹിത് തന്റെ ഷർട്ടിന്റെ ഫുൾ സ്ലീവ് സ്റ്റൈലായി മടക്കിക്കൊണ്ട് ആ ദിവസത്തെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അടുത്ത അരമണിക്കൂർ എല്ലാവരും അവന്റെ ക്ലാസ്സിൽ മുഴുകിയിരുന്നു. എടുത്തുകൊണ്ടിരുന്ന പോർഷൻ കഴിഞ്ഞപ്പോൾ, ഓക്കെ ഗൈസ്, ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം എന്നു പറഞ്ഞ് രോഹിത് ക്ലാസ്സിൽ നിന്നിറങ്ങി. അവൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടൻ എല്ലാവരും പഴയ പോലെ ബഹളം വെക്കാൻ തുടങ്ങി. എന്താ, ക്ലാസ് കഴിഞ്ഞോ എന്നൊരു സഹ അധ്യാപകൻ ചോദിച്ചപ്പോൾ, യെസ് എന്ന് രോഹിത് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി കടന്നുപോയി. 1 മിനിറ്റ് എന്ന് വീണ്ടും അയാൾ പറഞ്ഞപ്പോൾ, പറയൂ എന്നു പറഞ്ഞ് രോഹിത് അവിടെ നിന്നു. എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. കോളേജ് കഴിഞ്ഞ് സംസാരിച്ചാലോ? മനസ്സില്ലാ മനസ്സോടെ അശോക് ചോദിച്ചു. അതു കേട്ട് പുരികമുയർത്തി ഒന്ന് ആലോചിച്ച ശേഷം, ഷുവർ അശോക് എന്നവന്റെ തോളിൽ തട്ടി രോഹിത് പറഞ്ഞു. എന്റെ അമ്മോ, ഇവൻ എപ്പോ സീരിയസ് ആയിരിക്കും, എപ്പോ ഫ്രണ്ട്ലി ആയിരിക്കും എന്ന് പറയാനേ പറ്റില്ല. ഇവനെ ഇവന്റെ സ്റ്റുഡൻസ് പേടിച്ചില്ലെങ്കിലും ഇവന്റെ ഫ്രണ്ടായ ഞാൻ പേടിക്കണം എന്നു പറഞ്ഞ് അശോക് തന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി. അതുകഴിഞ്ഞ് ഇരുവരും ഒരു പ്രശസ്തമായ കോഫി ഷോപ്പിൽ ഇരിക്കുകയായിരുന്നു. എന്ത് തീരുമാനിച്ചു രോഹിത്? അശോക് ചോദിച്ചു. ഇതുവരെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല അശോക്, കോഫി കുടിച്ചുകൊണ്ട് രോഹിത് പറഞ്ഞു. എന്താ രോഹിത് നീ പറയുന്നത്? അതൊരു ചെറിയ തുകയല്ല, പതറിയ സ്വരത്തിൽ അശോക് പറഞ്ഞു. ഇത് നേരത്തെ അറിയുന്നതല്ലേ, പിന്നെ എന്തിനാ ഇത്രയും വലിയ തുക കടമായി വാങ്ങിയത്? അശോകിനെ തുറച്ചു നോക്കിക്കൊണ്ട് രോഹിത് ചോദിച്ചു. എടാ, സാധാരണ നീ ഇങ്ങനൊന്നും ചോദിക്കാത്തതാണ്. പെട്ടെന്ന് നീ അത് ചോദിച്ചപ്പോ എനിക്കില്ലെന്ന് പറയാൻ തോന്നിയില്ല. അതുകൊണ്ടാ നിന്നോട് പോലും പറയാതെ ഞാൻ കടം വാങ്ങിയത്, സങ്കടത്തോടെ അശോക് പറഞ്ഞു. എടാ, നീ വിഷമിക്കണ്ട, ഇന്ന് തന്നെ നമുക്ക് ആ ഫിനാൻഷ്യറോട് സംസാരിക്കാം. നീ എനിക്ക് വേണ്ടിയല്ലേ കടം വാങ്ങിയത്, സോ ആ പ്രശ്നം ഞാൻ നോക്കിക്കോളാം. എഗ്രിമെന്റ് എല്ലാം എന്റെ പേരിലേക്കാക്കാം, രോഹിത് പറഞ്ഞു. ഷേ, വട്ടാണോടാ നിനക്ക്? പണം നിനക്ക് വേണ്ടിയാണ് വാങ്ങിയതെങ്കിലും നിന്നോട് ചോദിക്കാതെ അത് ഇൻവെസ്റ്റ് ചെയ്തത് എന്റെ തെറ്റല്ലേ? അശോക് ചോദിച്ചു. എന്റെ പേരിലല്ലേ അശോക് നീ ഇൻവെസ്റ്റ് ചെയ്തത്, സോ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എന്റേതാണ്. എനിക്കൊരിക്കലും എന്റെ കടമയിൽ നിന്ന് പിൻവാങ്ങി ശീലമില്ല, രോഹിത് പറഞ്ഞു. സോറിഡാ, എല്ലാം ഞാൻ കാരണമല്ലേ? അശോക് പറഞ്ഞു. ഇല്ല അശോക്, ഞാൻ ഒരു തവണയെങ്കിലും അത് റീചെക്ക് ചെയ്യണമായിരുന്നു. അത് ചെയ്യാതെ പോയത് എന്റെ തെറ്റാണ്. സോ അതിനുള്ള പണിഷ്മെന്റ് ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യണം എന്ന് രോഹിത് ഉറപ്പിച്ചു പറഞ്ഞു. മുഹൂർത്തത്തിന് സമയമായി, പെണ്ണിനെ കൊണ്ടുവരൂ. അടുത്തിരുന്ന പൂജാരി ഉറക്കെ വിളിച്ചു പറയുന്നത് കേട്ട് രോഹിത് തന്റെ ഭൂതകാല ഓർമ്മകളിൽ നിന്ന് പുറത്തു വന്നു. എന്തുകൊണ്ടാണ് രോഹിത് തനിക്കിഷ്ടമില്ലാത്ത വിവാഹത്തിന് സമ്മതിച്ചത്? ഭൂതകാല ഓർമ്മയിൽ നിന്ന് പൂജാരിയുടെ വാക്കുകൾ രോഹിത്തിനെ വർത്തമാനകാലത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഒട്ടും തന്നെ വിറയലോ ഭയമോ കൂടാതെ ഒരു സ്വർണശില പോലെ ആമി അവന്റെ അരികിൽ വന്നിരുന്നു. പെട്ടെന്ന് ആര് നോക്കിയാലും അവളുടെ മതിമയക്കുന്ന സൗന്ദര്യത്തിൽ വീണുപോകും. അവളുടെ ഉരുണ്ട കണ്ണുകളും വില്ലുപോലെ വളഞ്ഞ ഭംഗിയുള്ള പുരികവും ചന്ദ്രക്കല പോലുള്ള നെറ്റിയും കണ്ടാൽ ഒരു ദേവത എന്നേ പറയൂ. അതിന്റെ കൂടെ അവളൊന്ന് ചിരിച്ചാലോ, ഏതൊരാളും ആ മനം മയക്കുന്ന ഭംഗിയിൽ വീണുപോകും. അവളെ നോക്കുന്നവരെയെല്ലാം ആകർഷിക്കുന്ന സൗന്ദര്യമാണ് അവൾക്ക്. അവിടെ എത്തിയ മുഴുവൻ ആളുകളും അവളെ അത്ഭുതത്തോടെ നോക്കുകയാണ്. എന്നാൽ അവളെ നോക്കേണ്ട ആളാണെങ്കിൽ അവളെ ഒന്നും മൈൻഡ് ചെയ്യുന്നു പോലുമില്ല. തന്റെ അരികിൽ വധു വന്നിരുന്നു എന്ന് മനസ്സിലായെങ്കിലും അവൻ അവളെ ഒന്ന് നോക്കാൻ പോലും തോന്നിയില്ല. ഇപ്പോൾ മാത്രമല്ല, എപ്പോഴാണോ അവളെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് അവന്റെ വീട്ടുകാർ അവനെ നിർബന്ധിച്ചത്, അപ്പോൾ പോലും അവൻ അവളുടെ ഫോട്ടോ നോക്കിയിട്ടില്ല. അവളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് 1 മാസമായിട്ടും അവൻ അവളോടൊരക്ഷരം മിണ്ടിയിട്ടില്ല. കൊള്ളാലോ ലക്ഷ്മി,
ഞാൻ പോലും കരുതിയത് നീ നിന്റെ മോനെ ഏതോ ലോകസുന്ദരിയെ കൊണ്ടുവരാൻ പോകുന്നു എന്നാ. പക്ഷേ ഞാൻ വെറുതെ പറയുകയല്ല. നിന്റെ മരുമകൾ ഒരു ഐശ്വര്യ ദേവത തന്നെ എന്ന് തന്റെ ഒരു ബന്ധു പുറകിൽ നിന്ന് പറയുന്നത് രോഹിത്തിന്റെ ചെവിയിൽ വീണെങ്കിലും അവൻ അനങ്ങാതെ ഒരു പ്രതിമയെപ്പോലെ അവിടെ ഇരുന്നു. നീ ചെയ്യുന്നത് തെറ്റാണ് രോഹിത്. അവന്റെ മനസാക്ഷി അവനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഞാനെന്ത് തെറ്റാ ചെയ്തത്? ഇവിടെ നടക്കുന്നതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ എത്ര തവണ പറഞ്ഞതാ? ആരെങ്കിലും കേട്ടോ? എന്തിനധികം പറയുന്നു? ഈ പെണ്ണിനെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കൂടെ? ഇത്ര നാളായിട്ടും ഞാൻ ഒരു തവണ പോലും അവളോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമെന്ന് അവള് ചിന്തിക്കണ്ടേ? അവളുടെ അമ്മയും അച്ഛനും പറയുന്നത് കേട്ട് ഇങ്ങനെ മണ്ഡപത്തിൽ വന്നിരിക്കുന്നതിന് ഞാൻ എങ്ങനെ ഉത്തരവാദിയാകും എന്നിങ്ങനെ സ്വയം ആശ്വസിപ്പിക്കാൻ രോഹിത് ശ്രമിച്ചു. നീയും അങ്ങനെ തന്നെയല്ലേ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്? അവന്റെ മനസാക്ഷി വീണ്ടും അവനോട് ചോദിച്ചു. അപ്പോൾ കുടുംബത്തിൽ മുതിർന്നവരുമായി ഉണ്ടായ തർക്കത്തെപ്പറ്റി അവൻ ഓർത്തു. ഇങ്ങനെ പെട്ടെന്ന് വന്ന് 10 ലക്ഷം ചോദിച്ചാ എന്താ അർത്ഥം? ദേഷ്യത്തോടെ അവന്റെ മാമൻ ചോദിച്ചു. ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കുടുംബസ്വത്തിൽ എന്റെ അമ്മയുടെ പങ്കിന്റെ കാര്യമാ ഞാൻ പറഞ്ഞത്. എടുത്തടിച്ച പോലെ രോഹിത് പറഞ്ഞു. എന്താ രോഹിത് ഇത്? നിന്റെ മാമനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ദേഷ്യത്തോടെ അവന്റെ അമ്മ ലക്ഷ്മി ചോദിച്ചു. അമ്മയ്ക്ക് വേണേൽ ചേട്ടനാണെന്ന് കരുതി മിണ്ടാതിരിക്കാം. എന്നാൽ എനിക്കങ്ങനെയൊന്നുമില്ല. ഞാൻ ചെറുപ്പത്തിൽ നടന്നതൊന്നും മറന്നിട്ടില്ല. അതുമാത്രമല്ല, ഞാൻ ഓസിനോ കടമായിട്ടോ അല്ലല്ലോ ചോദിച്ചത്. ഇതെനിക്ക് അവകാശപ്പെട്ടതല്ലേ? ദേഷ്യത്തോടെ രോഹിത് പറഞ്ഞു. അങ്ങനെ ചോദിക്കുമ്പോ എടുത്തു കൊടുക്കാൻ ഇവിടെ പണം കഴിക്കുന്ന മരമൊന്നുമില്ല, അവന്റെ മാമി പറഞ്ഞു. ഇത് നോക്ക്, ഈ സ്വത്ത് വെളിയിലുള്ളവർക്ക് വിൽക്കാൻ അറിയാഞ്ഞിട്ടല്ല ഞാൻ ഇവിടെ വന്നത്. എന്തൊക്കെ പറഞ്ഞാലും കുടുംബ സ്വത്തല്ലേ എന്നോർത്തിട്ട. നാളെ പിന്നെ ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞൂടായിരുന്നോ എന്ന് നിങ്ങൾ പറയരുതല്ലോ. നിങ്ങളെ കൊണ്ടത് വാങ്ങാൻ പറ്റില്ലെങ്കിൽ ഞാൻ വെളിയിലുള്ളവർക്ക് വിറ്റോളാം, രോഹിത് പറഞ്ഞു. അതെങ്ങനെ നീ ഒറ്റയ്ക്ക് തീരുമാനിക്കും? ഇതും ചോദിച്ചുകൊണ്ട് അവന്റെ മുത്തച്ഛൻ ശങ്കരനാരായണൻ വെളിയിലേക്ക് വന്നു. അവിടെയുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് അദ്ദേഹമാണ്. രോഹിത് മര്യാദയ്ക്ക് സംസാരിക്കുന്നതും അദ്ദേഹത്തോട് മാത്രമാണ്. മുത്തച്ഛ എന്ന് വിളിച്ച് അവൻ തിരിഞ്ഞു നോക്കി. പറ മോനെ, അതെങ്ങനെ നിനക്ക് വിൽക്കാൻ പറ്റും? മുത്തശ്ശൻ സമാധാനത്തോടെ ചോദിച്ചു. അതെന്റെ അമ്മയുടെ പേരിലല്ലേ ഉള്ളത് എന്നവൻ വേഗം ചോദിച്ചു. അത് നിന്റെ അമ്മയുടെ പേരിലാണോ ഉള്ളത്? എന്നാ വിൽപ്പത്രത്തിൽ ഞാൻ എന്താ എഴുതിയിരിക്കുന്നത് എന്ന് നീ വായിച്ചു നോക്കിയില്ലേ? എന്റെ അനുവാദമില്ലാതെ എന്റെ മരണം വരെയും ആർക്കും ഇത് വിൽക്കാൻ പറ്റില്ല, ശങ്കരനാരായണൻ പറഞ്ഞു. ഈ ഒരു കാര്യത്തിന് മുത്തച്ഛൻ എതിര് നിൽക്കുമെന്ന് അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതവന്റെ മുഖത്ത് നല്ലതുപോലെ കാണാമായിരുന്നു. അവസാനം മുത്തച്ഛന് ഇവരെ പോലെ തന്നെയാണെന്ന് തെളിയിച്ചല്ലേ? ഉത്കണ്ഠയോടെ രോഹിത് ചോദിച്ചു. എത്ര ശ്രമിച്ചിട്ടും അവന്റെ നിരാശ മറച്ചുവെക്കാൻ അവന് കഴിഞ്ഞില്ല. വെപ്രാളം പിടിക്കാതെ ഞാൻ പറയുന്നതൊന്ന് സമാധാനത്തോടെ കേൾക്ക് രോഹിത്, ശങ്കരനാരായണൻ പറഞ്ഞു. ഇനി എന്താ പറയാനുള്ളത്? എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? അവർക്ക് പറ്റില്ലെന്ന് മുഖത്തു നോക്കി പറഞ്ഞു. മുത്തച്ഛനാണേൽ ചുറ്റി വളച്ച് പറയുന്നു. അത്രയല്ലേ ഉള്ളൂ? ദേഷ്യത്തോടെ രോഹിത് ചോദിച്ചു. രോഹിത്! ലക്ഷ്മി അവനെ തടയാൻ ശ്രമിച്ചു. അമ്മയൊന്നും പറയണ്ട. അമ്മയ്ക്കും സ്വന്തം മകനേക്കാളും കുടുംബമല്ലേ വലുത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് രോഹിത് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ടില്ല രോഹിത്, ശങ്കരനാരായണൻ പറഞ്ഞു. ശരി, കേൾക്കട്ടെ. ഇനി വേറെന്താ പറയാനുള്ളതെന്ന് കേട്ടിട്ട് പോകാം, രോഹിത് പറഞ്ഞു. നിനക്ക് സ്വത്ത് തരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതും പോരെങ്കി ഞാൻ എവിടെ വേണേലും ഒപ്പിട്ട് തരാം. പക്ഷേ അതിന് നീ എനിക്കൊരു കാര്യം ചെയ്തു തരണം, ശങ്കരനാരായണൻ പറഞ്ഞു. അവൻ എന്തു ചെയ്യണമെന്ന് രോഹിത് ചോദിച്ചു. നീ കല്യാണം കഴിക്കണം, ശങ്കരനാരായണൻ പറഞ്ഞു. അതു കേട്ട് രോഹിത് ഞെട്ടിപ്പോയി. വാട്ട്? ഞാൻ പറയുന്ന പെൺകുട്ടിയെ നീ കല്യാണം കഴിക്കണം രോഹിത് എന്നുറപ്പിച്ചു പറഞ്ഞു ശങ്കരനാരായണൻ. നോ വേ! എനിക്ക് ഈ കല്യാണത്തിലും കമ്മിറ്റ്മെന്റിലും ഒന്നും ഒട്ടും താല്പര്യമില്ലെന്ന് എല്ലാവരോടും പറഞ്ഞിട്ടില്ലേ? അങ്ങനെയുള്ളപ്പോ ഈ കാര്യം പറഞ്ഞ് എന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയെന്ന് ആരും കരുതണ്ട. ഇതും പറഞ്ഞ് ദേഷ്യത്തിൽ രോഹിത് തിരുവനന്തപുരത്തേക്ക് പോയി. താലി എടുത്തോണ്ട് പോയി എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങൂ. പൂജാരിയുടെ ശബ്ദം കേട്ട് വീണ്ടും രോഹിത് ഓർമ്മകളിൽ നിന്ന് തിരിച്ചു വന്നു.
അപ്പോഴാണ് മണ്ഡപത്തിലേക്ക് വരുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്ന അവന്റെ മുത്തശ്ശനെ അവൻ ശ്രദ്ധിച്ചത്. അവന്റെ കണ്ണിൽ നല്ല ദേഷ്യമുണ്ടായിരുന്നു. ഇതറിയാവുന്ന മുത്തശ്ശൻ അവനെ നോക്കിയതേയില്ല. തന്റെ ചെറുമകളായി വരാൻ പോകുന്ന ആമിയെയാണ് മുത്തശ്ശൻ കൺകുളിർക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അതുകണ്ടവന് വീണ്ടും ദേഷ്യം വന്നു. അടുത്തിരുന്ന ആമി അവനോട് ചേർന്നിരുന്നപ്പോൾ അവളുടെ കൈ അവന്റെ കയ്യിൽ ചെറുതായൊന്ന് ഉരസി. അതവനിൽ ഒരു ചെറിയ ഷോക്കടിച്ചതുപോലെ തോന്നിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ അവളെ വിട്ട് രോഹിത് നീങ്ങിയിരുന്നു. ഇതുകണ്ട ലക്ഷ്മിയുടെ മുഖം ഒന്ന് വാടി. ലക്ഷ്മി വേഗം തന്റെ മരുമകളെ നോക്കിയപ്പോൾ അവൾ ഒരു ശില പോലെ ഇരിക്കുന്നതാണ് കണ്ടത്. ഒന്ന് ചിരിച്ചോണ്ടിരിക്കും മോനെ, അവന്റെ കാതിൽ വന്ന് ലക്ഷ്മി പറഞ്ഞു. അതുകേട്ട് അവരെ രോഹിത് സൂക്ഷിച്ചു നോക്കി. മറ്റെല്ലാവരെക്കാളും അവൻ അവന്റെ അമ്മയോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം. തിരുവനന്തപുരത്ത് പോയി പണം ഉണ്ടാക്കാൻ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അവൻ അന്വേഷിച്ചു. അപ്പോഴേക്കും പണം പലിശയ്ക്ക് കൊടുത്ത പലിശക്കാരൻ അശോകിനെ പിടിച്ചുവെച്ചു. പോലീസിൽ പരാതി കൊടുത്തെങ്കിലും അവരും കൈയൊഴിഞ്ഞു. അങ്ങനെ അവൻ വീണ്ടും അവന്റെ അമ്മയുടെ അടുത്തെത്തി. ഒന്ന് മനസ്സിലാക്കമ്മേ, ഞാൻ കാരണമാണ് ഇപ്പോൾ അശോകും ഈ കുഴപ്പത്തിൽ പെട്ടത്. അമ്മ ഒന്ന് മുത്തശ്ശനോട് സംസാരിക്ക്. എനിക്ക് കടമായി തന്നാലും മതി, ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുത്തോളാം എന്ന് കെഞ്ചിക്കേണ് രോഹിത് പറഞ്ഞു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോനെ, നീ മുത്തശ്ശൻ പറയുന്നത് കേൾക്ക്, ലക്ഷ്മി പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാണല്ലേ? ശരി, ഞാൻ കല്യാണം കഴിക്കാം. പക്ഷേ അതിനുശേഷം നിങ്ങൾ ആരും എന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്നും പറഞ്ഞ് അവൻ പോയി. അടുത്ത 2 ദിവസത്തിനുള്ളിൽ അവന്റെ അക്കൗണ്ടിൽ പണം വന്നു. ഇവിടെ കല്യാണ ഒരുക്കങ്ങളും തുടങ്ങി. താലി എടുത്തോളൂ, മുഹൂർത്തമായി എന്ന് പൂജാരി പറഞ്ഞപ്പോൾ രോഹിത് തന്റെ അമ്മയെയും മുത്തച്ഛനെയും നോക്കി. പിന്നെ ഒന്നും നോക്കാതെ ആ താലി എടുത്ത് തന്റെ അടുത്തിരുന്ന കല്യാണപ്പെണ്ണിന്റെ കഴുത്തിൽ അവൻ ചാർത്തി. അവിടെ ഇരുന്നവരെല്ലാം വധൂവരന്മാരെ സന്തോഷത്തോടെ അനുഗ്രഹിച്ചു. അവരിൽ പ്രണയം പൂവണിയുമോ? അവൾ അവന്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സമാകുമോ? അതോ അവൾ അവന്റെ മനസ്സ് മാറ്റുമോ? ഇഷ്ടത്തോടെയാണെങ്കിലും അല്ലെങ്കിലും രോഹിത് ആമയുടെ കഴുത്തിൽ താലി ചാർത്തി. ചുറ്റും നിന്നവരെല്ലാം പൂക്കൾ വിതറി അവരെ അനുഗ്രഹിച്ചു. തന്റെ തലയിൽ വീണ പൂക്കൾ ദേഷ്യത്തോടെ അവൻ തട്ടിമാറ്റി. അതടുത്തിരുന്ന അവളുടെ കണ്ണിൽ വീണപ്പോൾ എന്നവൾ ശബ്ദമുണ്ടാക്കി. അപ്പോഴേക്കും രോഹിത് അവളെ നോക്കി. താൻ കെട്ടിയ താലിയുമായി നിൽക്കുന്ന അവളെ ആദ്യമായി അവൻ കണ്ടു. അവളുടെ ഉരുണ്ട മുഖവും കൈകൊണ്ട് തിരുമ്മി ചുവന്ന കണ്ണുകളും അവളെ ഒരു ദേവതയെന്ന് ഉറപ്പിച്ചു. അവന്റെ കണ്ണുകൾ അവളെ തന്നെ നോക്കുകയായിരുന്നു. ഇനി മുതൽ അവള് നിന്റെ കൂടെ തന്നെയാണ് മോനെ, വീട്ടിൽ പോയിട്ട് സമാധാനത്തോടെ അവളെ നോക്കാം. ഇത് കേട്ട് വേഗം രോഹിത് തല തിരിച്ചു. അവൻ തിരിഞ്ഞപ്പോൾ ആമി അവനെ നോക്കി. അപ്പോഴേക്കും ഈ കുങ്കുമം പെണ്ണിന് തൊട്ടുകൊടുക്കൂ എന്ന് പൂജാരി പറഞ്ഞു. ഇത് കേട്ട് അവൻ മണ്ഡപത്തിന് താഴെ നിന്ന അമ്മയെയും മുത്തച്ഛനെയും ദേഷ്യത്തോടെ നോക്കി. ഒന്ന് തൊട്ടുകൊടുക്കൂ മോനെ എന്ന് കെഞ്ചി പറഞ്ഞു ലക്ഷ്മി. ഇത് കേട്ട് അവൻ കുങ്കുമം എടുത്ത് അവളുടെ സീമന്തരേഖയിൽ ചാർത്തി. അത് കഴിഞ്ഞ് പൂജാരി പറഞ്ഞു, ഇനി ചെക്കനും പെണ്ണും 3 തവണ അഗ്നിക്ക് ചുറ്റും പ്രദക്ഷിണം വെക്കണം. ഇത് കേട്ട് മറ്റൊന്നും ശ്രദ്ധിക്കാതെ അവ 3 തവണ വലയം വെച്ചു. പിന്നെ പൂജാരി പറഞ്ഞ എല്ലാ ചടങ്ങുകളും ചെയ്ത് മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങി. എന്നാൽ അവന്റെ പ്രവൃത്തികളിൽ വെറും കടമ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. അതുകഴിഞ്ഞ് ചെക്കനെയും പെണ്ണിനെയും പെണ്ണിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എന്നാൽ രോഹിത് പോകാൻ വിസമ്മതിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ഇത് ആമയുടെ മുത്തശ്ശിയുടെ വീടല്ലേ, പാലും പഴവും കൊടുക്കുന്ന ചടങ്ങൊക്കെ ഇവിടെ തന്നെ നടത്താം, ശങ്കരനാരായണൻ പറഞ്ഞു. അത് മറ്റുള്ളവരും സമ്മതിച്ചു. എങ്കിലും ശങ്കരനാരായണൻ ലക്ഷ്മിയോട് പറഞ്ഞു, നമ്മളെ മാത്രം വിശ്വസിച്ച് വന്ന കുട്ടിയെ അത്, അവളുടെ ജീവിതം ഇനി രോഹിത്തിന്റെ കയ്യിലാണെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുമോളെ. എല്ലാ കാര്യത്തിലും ഉത്തരവാദിത്വം കാണിക്കുന്ന അവൻ ഈ കാര്യത്തിൽ മാത്രം അലക്ഷ്യനായിരുന്നു. തന്റെ അടുത്ത് കണ്ണു കലങ്ങിയിരുന്ന അവളെ ഒന്ന് ശ്രദ്ധിക്ക പോലും ചെയ്യാതെ അവൻ ദേഷ്യത്തോടെ ഇരുന്നു. എന്താടാ നീ ഇങ്ങനെ, ഒരു പാവം കുട്ടിയല്ലേ അവൾ? രോഹിത്തിന്റെ മനസാക്ഷി അവനെ കുറ്റപ്പെടുത്തി. എന്നെ ആരും അങ്ങനെ കണ്ടില്ലല്ലോ, കല്യാണം കഴിപ്പിച്ചാൽ എന്താ എല്ലാം ശരിയാകുമോ? അങ്ങനെയൊന്നും ആർക്കും ആരുടെയും ജീവിതത്തിൽ ഇടിച്ചു കയറാൻ പറ്റില്ല. അങ്ങനെ മനസ്സിൽ പറഞ്ഞ് രോഹിത് അവിടെ ഇരുന്നു. ഇതൊക്കെ മനസ്സിലാക്കിയതുപോലെ അവൾ കണ്ണീർ തുടച്ച് അവന്റെ അരികിൽ അനങ്ങാതെ ഇരുന്നു. രണ്ടുപേരും രോഹിത്തിന്റെ മുത്തച്ഛന്റെ വീട്ടിലെത്തി. പഴയ വീടാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു വീടാണത്. ഒരു മനോഹര തോട്ടത്തിന്
നടുവിലുള്ള ഒരു വീട്. പക്ഷേ രോഹിത്തും ആമിയും ഇതൊന്നും ആസ്വദിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. രോഹിത്തിന്റെ മുഖത്ത് ദേഷ്യവും ആമിയുടെ മുഖത്ത് ക്ഷീണവും പ്രകടമായിരുന്നു. ഒരു വിധത്തിൽ ചടങ്ങുകളെല്ലാം തീർത്ത് വീട്ടുകാരുടെ കളിയാക്കലുകൾ സഹിക്കവയ്യാതെ അവൻ മൊബൈലും എടുത്ത് പുറകിലെ തോട്ടത്തിലേക്ക് പോയി. ഇത് കണ്ട് ലക്ഷ്മി റൂമിലേക്ക് പോയി കുറച്ചു നേരം റെസ്റ്റ് എടുക്കും മോളെ എന്ന് പറഞ്ഞ് ആമയെ ഒരു മുറിയിലേക്ക് അയച്ചു. അതിനുശേഷം വൈകിട്ടത്തെ ചടങ്ങിന് വരാമെന്ന് പറഞ്ഞ് ആമയുടെ വീട്ടുകാർ അവിടെ നിന്ന് മടങ്ങി. ആമ എന്താണ് ചിന്തിക്കുന്നതെന്നോ രോഹിത് എന്ത് തീരുമാനം എടുത്തെന്നോ ചോദിക്കാതെ അവരെ രണ്ടുപേരെയും ആദ്യ രാത്രിക്കായി മുറിയിലേക്ക് അയച്ചു. കയ്യിൽ പാലുമായി വളകൾ കിലുക്കിക്കൊണ്ട് കാലിലെ ചിലങ്കനാദം പൊഴിക്കുന്ന കൊലുസുമണിഞ്ഞ് അന്ന് പൂത്ത ഒരു പൂവായി അവൾ മുറിയിലേക്ക് കടന്നു വന്നു. വയലാർ അവിടെയുണ്ടായിരുന്നെങ്കിൽ 1000 പാട്ടുകൾ എഴുതിയേനെ. എന്നാൽ അവിടെ ഇരുന്നവനാകട്ടെ ദേഷ്യം കൊണ്ട് കണ്ണുപോലും കാണാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ആ കൊലുസിന്റെ ശബ്ദം അവനിൽ കൂടുതൽ ദേഷ്യം ഉളവാക്കി. അവൾ പറഞ്ഞത് അവൾ തന്നെ കേട്ട് കാണുമോ എന്ന് സംശയമാണ്. അത്ര സോഫ്റ്റായ ഒരു ശബ്ദം. ആ ശബ്ദം കേട്ട് സൗണ്ട് കുറച്ചവൻ പറഞ്ഞു, അവിടെ വെച്ചേക്ക്, ഞാൻ പിന്നെ കുടിച്ചോളാം. ഇത് കേട്ടവൾ പാല് ടേബിളിൽ വെച്ചിട്ട് അവന്റെ കാലിൽ തൊടാനൊരുങ്ങി. ഇത് കണ്ട് പെട്ടെന്ന് ഞെട്ടിത്തെറിച്ച അവൻ ഷർട്ടും മുണ്ടും പിടിച്ച് വേഗം കുതറി മാറി. ഹേയ്, നീ എന്താ ചെയ്യാൻ പോകുന്നേ? അവൻ ചോദിച്ചു. അത് പിന്നെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ പറഞ്ഞു എന്നവൾ മറുപടി നൽകി. അപ്പോൾ അവൻ അവളെ സൂക്ഷിച്ചു നോക്കി. അവളുടെ കണ്ണിൽ എന്തോ ഒന്ന് അവനെ ആകർഷിക്കുന്നതായി അവന് തോന്നി. അത് വകവയ്ക്കാതെ അവൻ അവളെ തന്നെ നോക്കി. അവളുടെ സോഫ്റ്റ് ആയിട്ടുള്ള ശബ്ദം അവളൊരു സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണെന്ന് അവനോട് പറയാതെ പറഞ്ഞു. അവനതത്ര പിടിച്ചില്ല. അവർ പറഞ്ഞാൽ നീ അങ്ങനെ ചെയ്യുവോ? നീ ഏത് കാലത്താ ജീവിക്കുന്നത്? രോഹിത് അവളോട് ചോദിച്ചു. അത് പിന്നെ അമ്മയാ. അവൾ മടിച്ചു മടിച്ച് എന്തോ പറയാൻ വന്നു. അവർ അങ്ങനെ പലതും പറയും, അതെല്ലാം നീ കേൾക്കുവോ? നിനക്കെന്താ ചിന്തിക്കാൻ ബുദ്ധിയില്ലേ എന്ന് ദേഷ്യത്തോടെ രോഹിത് ചോദിച്ചു. അവന്റെ സ്റ്റുഡൻസ് അങ്ങനെ ചെയ്യുന്നതേ അവനിഷ്ടമല്ല. അപ്പോഴാണ് അവന്റെ ഭാര്യ ബാക്കിയുള്ളവരുടെ വാക്കും കേട്ട് ഇങ്ങനെ പെരുമാറുന്നത്. അവനത് തീരെ ഇഷ്ടമായില്ല. മുതിർന്നവർ എന്ന് ആമി പറയാൻ തുടങ്ങിയെങ്കിലും അപ്പോഴേക്കും അവൻ പറഞ്ഞു, അതെ അതെ, മുതിർന്നവരല്ലേ. ഇത് നോക്ക്, എനിക്കിതിലൊന്നും തീരെ വിശ്വാസമില്ല. പിന്നെ എന്നെപ്പറ്റി നിനക്കോ നിന്നെപ്പറ്റി എനിക്കോ ഒന്നും അറിയില്ല. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ജീവിതം സ്റ്റാർട്ട് ചെയ്യണ്ട. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു എന്ന് പറഞ്ഞ് ആമയുടെ മുഖത്ത് അവൻ നോക്കി. അവൾ അപ്പോൾ തന്നെ കട്ടിലിൽ കിടന്ന ബെഡ്ഷീറ്റ് എടുത്ത് തറയിൽ വിരിച്ചു. അതുകണ്ട് രോഹിത്, ഷിറ്റ്, മറ്റുള്ളവർ എന്തു പറഞ്ഞാലും തലയാട്ടിക്കൊണ്ട് കേട്ടോളും. ഇവൾക്കായിട്ട് ഒരു തീരുമാനം ഇഷ്ടമോ ഒന്നുമില്ലേ എന്ന് മനസ്സിൽ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ട് അവൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കട്ടിലിൽ കിടന്നു. തറയിൽ കിടന്ന അവൾ അപ്പോൾ തന്നെ ഉറങ്ങി. എന്നാൽ കട്ടിലിൽ കിടന്ന അവനാകട്ടെ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവൾ പറഞ്ഞില്ലെങ്കിലും നീ അവളുടെ ഒപ്പീനിയൻ ചോദിക്കേണ്ടതായിരുന്നില്ലേ? അവന്റെ മനസാക്ഷി അവനെ കുറ്റപ്പെടുത്തി. അത് കേട്ട് അവൻ വേഗം ലൈറ്റ് ഓൺ ചെയ്തു. എന്നാൽ ലൈറ്റ് ഓൺ ചെയ്തതുപോലും അറിയാതെ അവൾ ഉറങ്ങിക്കൊണ്ടിരുന്നു. അത് കണ്ട് അവൻ ഞെട്ടിപ്പോയി. ഇവളെന്താ ഇങ്ങനെ? എങ്ങനെ ഇവൾക്ക് ഉറങ്ങാൻ കഴിയും? അവൻ എന്താ ചിന്തിക്കുന്നതെന്ന് അവനെ പോലും മനസ്സിലായില്ല. ഞാൻ എന്തിനാ ഇവളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? ആരുടെ വാക്ക് കേട്ടാണോ ഇവൾ എന്നെ കല്യാണം കഴിച്ചത്? അവർ പറയുന്നത് തന്നെ ഇനിയും കേൾക്കട്ടെ. അവർ എന്ത് ചെയ്താലും എനിക്കെന്താ? എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടണം. ഇതിൽ കൂടുതൽ ഇവിടെ നിന്നാൽ എന്റെ പ്രഷർ കൂടും. അങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ട് രോഹിത് ഉറങ്ങാൻ കിടന്നു. അടുത്ത ദിവസം രാവിലെ അവൻ കണ്ണു തുറന്നപ്പോൾ അവന്റെ മുന്നിൽ കിടന്ന ടേബിളിൽ കോഫി ഉണ്ടായിരുന്നു. തുളച്ചു കയറുന്ന കോഫിയുടെ മണം ശ്വസിച്ച് അവൻ അത് കയ്യിലെടുത്തു. ബ്രഷ് ചെയ്തിട്ട് കുടിക്കൂ എന്ന് പെട്ടെന്നൊരു ശബ്ദം ബാൽക്കണിയിൽ നിന്ന് കേട്ടു. ഓ, ഇതൊക്കെ പറയാൻ അറിയോ ഇവക്ക് എന്നാലോചിച്ച് ശബ്ദം കേട്ടെടുത്ത് അവൻ നോക്കി. പക്ഷേ അവളെ അവിടെ കണ്ടില്ല. എടുത്ത കപ്പ് തിരിച്ചു മേശയിൽ വെച്ച് അവൻ ബാത്റൂമിലേക്ക് പോയി. തിരിച്ചെത്തിയപ്പോൾ അവളെ അവിടെ എങ്ങും കണ്ടില്ല. അവൻ കോഫി കപ്പ് എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി. അവിടെയുള്ള റോസയിലെല്ലാം വെള്ളം നനച്ചിട്ടുണ്ടെന്ന് അതിന്റെ ഇലകളിലെ വെള്ളത്തുള്ളികൾ കാട്ടിക്കൊടുത്തു. ഇതും അമ്മയാവും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അവൻ കോഫി കുടിച്ചു. കോഫി പതിവിലും രുചിയുള്ളതായി അവന് തോന്നി. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ കുളിക്കാൻ വേണ്ടി അവൻ വീണ്ടും മുറിയിൽ വന്നു. അവിടെ അവന് വേണ്ട ഡ്രസ്സും തോർത്തും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെന്നല്ലേ ഞാൻ ഇപ്പോൾ വന്നത്? അപ്പോൾ ഇല്ലായിരുന്നല്ലോ. റൂമിൽ അവൾ വന്നതുപോലെ തോന്നുന്നില്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ എടുത്തു വെക്കും? രോഹിത് ആലോചിച്ചു. ഡേയ്, ശരിക്കും നിന്റെ പ്രശ്നം എന്താ? ഇത്രയും കാലം നിന്റെ അമ്മ ഡ്രസ്സ് എടുത്തു വെച്ചിട്ടില്ലേ? അപ്പോഴൊന്നും ഇങ്ങനെ ചിന്തിച്ചിട്ടില്ലല്ലോ. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? പോയി കുളിച്ചിട്ട് ഇവിടുന്ന് പോകാനുള്ള വഴി നോക്ക് എന്നവന്റെ മനസാക്ഷി അവനോട് പറഞ്ഞു. അങ്ങനെ കുളിക്കാൻ പോയ അവൻ ആ ഡ്രസ്സ് ഇടാതെ വേറെ ഡ്രസ്സ് ഇട്ടോണ്ട് താഴെ വന്നു. വാ മോനെ രോഹിത്,
എല്ലാവരും നിനക്കായാണ് കാത്തിരിക്കുന്നത്. ഇന്ന് പെണ്ണിന്റെ വീട്ടിലേക്ക് വിരുന്നിന് പോകണം എന്ന് ലക്ഷ്മി പറഞ്ഞു. എനിക്കിപ്പോ ഒരിടത്തും പോകാൻ കഴിയില്ല, എനിക്ക് വേഗം പോണം, അവൻ പറഞ്ഞു. ഇത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ നോക്കി. എന്നാൽ ആമയാകട്ടെ ഒരു പ്രശ്നവും ഇല്ലാതെ അവിടെ സമാധാനത്തോടെ ഇരുന്നു. രോഹിത് അവളെ അവിടെ വിട്ടിട്ട് പോകുമോ